Hi students, today onwards we will study the last topic, that is fourth module. In this module, first we will study the string. We know what is string. We have already studied what is a string and how to handle a string. Anyway, first we can consider the detailed study of string literals, or how to handle a string, what are the importance of string, and so on. Anyway, a string literal in Python are a group of characters enclosed within a single quotes or double quotes. Or in Python, string literals are surrounded by either a single quotes mark or double quotes mark. For example, hello, HELLO. Characters are enclosed within a single quotes, so it can be considered as a string. Is the same as hello. ഇവിടെ നമ്മൾ എന്താ ചെയ്തിരിക്കുന്നത്, ഡബിൾ കോട്ട്സിലാണ് എന്ത് എൻക്ലോസ് ചെയ്തിരിക്കുന്നത്, HELLO എൻക്ലോസ് ചെയ്തിരിക്കുന്നത്. സോ hello and hello, here the hello is enclosed within a double quotes, here the characters are enclosed within a സിംഗിൾ കോട്ട്സ്. എനിവേ ഇത് രണ്ടാണെന്നുണ്ടെങ്കിലും ഇതെന്താണ് എന്തായിട്ട് കൺസിഡർ ചെയ്യും, പൈത്തനകത്ത് സ്ട്രിങ് ആയിട്ട് കൺസിഡർ ചെയ്യും. യു ക്യാൻ ഡിസ്പ്ലേ സ്ട്രിങ് ലിറ്ററൽ വിത്ത് ദ പ്രിൻറ്റ് ഫംഗ്ഷൻ സ്റ്റേറ്റ്മെൻറ്റ്, പ്രിൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ്. ആ പ്രിൻ്റ് എന്ന് പറഞ്ഞാൽ ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഡിസ്പ്ലേ ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ പ്രിൻറ്റ് ഹലോ ഇത് രണ്ടും എന്താ ചെയ്യുക, സ്ക്രീനിൽ എന്ത് ചെയ്യും, പ്രിൻ്റ് എന്ന് പറഞ്ഞിട്ട് ഹലോ എന്ന് പറഞ്ഞ സാധനം പ്രിൻറ്റ് ചെയ്ത് വരും. ഓക്കെ, സോ എനിവേ സ്ട്രിങ് എന്ന് പറഞ്ഞാൽ ഒരു ലിറ്ററലാണ്. ലിറ്ററൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് പൈത്തണിനകത്തൊരു വേരിയബിൾ ടൈപ്പാണ്. ആ വേരിയബിൾ ടൈപ്പ് എന്ന് പറഞ്ഞാൽ അത് ആക്ച്വലി ക്യാരക്ടേഴ്സിനെ സിംഗിൾ കോട്ട്സിലോ ഡബിൾ കോട്ട്സിലോ എൻക്ലോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ നമുക്ക് എന്താ പറയാം, സ്ട്രിങ് എന്ന് പറയാൻ പറ്റും. ഇവിടെ ഹലോ എന്ന് പറഞ്ഞ സ്ട്രിങ് ആണ്. അപ്പം ഏത് ക്യാരക്ടർ ആവാം, അതിനകത്ത് ആൽഫ ന്യൂമറിക് ക്യാരക്ടർ ആവാം, എന്ത് വേണമെങ്കിലും ആവാം. അതെന്തായിരിക്കണം എന്നല്ലോ, സിംഗിൾ കോട്ട്സിലോ ഡബിൾ കോട്ട്സിലോ എൻക്ലോസ് ചെയ്തിരിക്കണം എന്നേ മാത്രമേ ഉള്ളൂ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്തായിട്ട് ട്രീറ്റ് ചെയ്യും, സ്ട്രിങ് ആയിട്ട് ട്രീറ്റ് ചെയ്യും. Assign string to a variable. Next is how to store a string variable into a particular variable. Assigning a string variable is done with the variable name followed by an equal sign and string. അപ്പം ഇവിടെ എ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ വേരിയബിൾ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂ സ്റ്റോർ ചെയ്യാൻ യൂസ് ചെയ്യുന്ന മെമ്മറി സ്പേസിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന നെയിമിനാണ് വേരിയബിൾ നെയിം എന്ന് പറയുക. അപ്പോൾ എ ഈസ് എ വേരിയബിൾ നെയിം ആൻഡ് hello, string hello is assigned to the variable a. So the value of a is hello, string hello. Then print a എന്ന് പറയുകയാണെങ്കിൽ എന്ത് സംഭവിക്കും, ഹലോ എന്ന് പറഞ്ഞിട്ട് സ്ക്രീനിൽ പ്രിൻ്റ് ചെയ്യും, ഹലോ എന്ന് സ്ക്രീനിൽ പ്രിൻ്റ് ചെയ്ത് തരും. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് ഒരു വേരിയബിളിനകത്തേക്ക് സ്ട്രിങ് അസൈൻ ചെയ്യുന്നത്, സ്ട്രിങ് സ്റ്റോർ ചെയ്യുന്നത്. അപ്പം ഇവിടം വരെ സ്ട്രിങ് എയുടെ വാല്യൂ എന്തായിരിക്കും, ഒരു സ്ട്രിങ് കോൺസ്റ്റൻ്റ് ആയിരിക്കും, ആ കോൺസ്റ്റൻ്റ് ഹലോ എന്നായിരിക്കും. ഓക്കെ, so a is a string variable which is assigned to a string variable hello. Okay, ഇങ്ങനെയാണ് വേരിയബിൾ എന്ത് ചെയ്യുന്നത്, വാല്യൂ അസൈൻ ചെയ്യുന്നത്, സ്ട്രിങ് വേരിയബിൾ അതിനകത്തേക്ക് വാല്യൂ അസൈൻ ചെയ്യുന്നത്, സ്ട്രിങ് വാല്യൂ അസൈൻ ചെയ്യുന്നത്. Multi-line strings, you can assign a multi-line string into a variable by using 3 quotes. You can use 3 double quotes or we can use 3 single quotes. അപ്പം എ എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് നമുക്ക് മൾട്ടി-ലൈൻ എന്ന് പറയുന്നത് ഒന്ന് കൂടുതൽ ലൈനിലുള്ള ക്യാരക്ടേഴ്സിൻ്റെ ഒരു ഗ്രൂപ്പ്. ഇപ്പോൾ സ്ട്രിങ് എന്ന് പറയുമ്പോൾ എപ്പോഴും എന്തായിരിക്കും, ഇറ്റ്സ് എ ഗ്രൂപ്പ് ഓഫ് ക്യാരക്ടേഴ്സ് എൻക്ലോസ്ഡ് വിതിൻ എ സിംഗിൾ കോട്ട്സ് ഓർ ഡബിൾ കോട്ട്സ്. അപ്പം സിംഗിൾ കോട്ട്സിനകത്തോ ഡബിൾ കോട്ട്സിനകത്തോ ഉള്ള ഒരു സ്ട്രിങ്ങിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അല്ല ഗ്രൂപ്പ് ഓഫ് ക്യാരക്ടേഴ്സിനാണ് നമ്മൾ സ്ട്രിങ് എന്ന് പറയുന്നത്. അങ്ങനെ ഒന്ന് കൂടുതൽ ഒരു ലൈനിൽ കൊള്ളാത്ത സ്ട്രിങ്സ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിനെയാണ് നമ്മൾ മൾട്ടി ലൈൻ സ്ട്രിങ്സ് എന്ന് പറയുക. ഒന്ന് കൂടുതൽ ലൈൻ, മൾട്ടിപ്പിൾ ലൈൻസ് വേണം എന്ത്, ആ സ്ട്രിങ്ങിനെ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ. അപ്പോൾ അങ്ങനെയുള്ള ലൈൻസ് നമുക്കൊരു സിംഗിൾ കോട്ട്സ് യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം നെക്സ്റ്റ് ലൈനിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് വേറെ എന്തെങ്കിലും ആയിട്ട് ട്രീറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു 3 ഡബിൾ കോട്ട്സ് ഇവിടെ യൂസ് ചെയ്യും. അതുപോലെ തന്നെ എൻ്റെ എന്തായിരിക്കും, ഒരു 3 ഡബിൾ കോട്ട്സ് യൂസ് ചെയ്താൽ ഇത് എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് സിംഗിൾ കോട്ട്സ് യൂസ് ചെയ്തിട്ട് ഇതിന് എന്ത് ചെയ്യാൻ പറ്റില്ല, മൾട്ടി ലൈൻ സ്ട്രിങ്ങിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റില്ല. ഇനി പ്രിൻറ്റ് എ എന്ന് പറയുകയാണെങ്കിലോ,
ഈ മൊത്തം എന്ത് ചെയ്യും, പ്രിൻ്റ് ചെയ്ത് വരും. ഇത്രയും ക്യാരക്ടേഴ്സിൻ്റെ ഗ്രൂപ്പ് എന്ത് ചെയ്യും, പ്രിൻ്റ് ചെയ്ത് വരും. ഓക്കെ, ഇത്രയായിരിക്കും എയിനകത്തേക്ക് അസൈൻ ചെയ്തത്. പ്രിൻ്റ് ചെയ്യുന്ന പറയുമ്പോൾ ഇത്രയും സാധനം എന്ത് ചെയ്യും, പ്രിൻ്റ് ചെയ്ത് വരും. ഇതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സിംഗിൾ കോഡ്സിൽ നമുക്ക് മൾട്ടി ലൈൻ പോസിബിളാണ്. അതെങ്ങനെയാണെന്ന് നോക്കാം നമുക്ക്. ഇതേപോലെ തന്നെ 3 സിംഗിൾ കോഡ്സ് യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും, വി ക്യാൻ സ്റ്റോർ മൾട്ടി ലൈൻ സ്ട്രിങ് കോൺസ്റ്റൻറ്റ്. അപ്പം എ എന്ന് പറഞ്ഞ സ്ട്രിങ് വേരിയബിളിനകത്ത് എന്ത് ചെയ്യുന്നു, ഒരു സ്ട്രിങ് വേരിയബിളാണ് സ്റ്റോർ ചെയ്യുന്നത്. ആ സ്ട്രിങ് വേരിയബിൾ എന്ന് പറഞ്ഞാൽ ഒന്ന് കൂടുതൽ ലൈനിലുള്ള സ്ട്രിങ് വേരിയബിളാണ്. അത് റെപ്രസെൻ്റ് ചെയ്യുന്നത് 3 സിംഗിൾ കോഡ്സ് യൂസ് ചെയ്തിട്ടാണ്. അതുപോലെ ആൻഡ് ദിസ് സ്ട്രിങ് ഈസ് എൻഡ് വിത്ത് 3 സിംഗിൾ കോഡ്സ്. അപ്പോൾ 3 സിംഗിൾ കോഡ്സിന് ഇതിൻ്റെ ഉള്ളിലുള്ള ഒന്നിൽ കൂടുതൽ ലൈനിലുള്ള ക്യാരക്ടേഴ്സ് ഒരു സിംഗിൾ സ്ട്രിങ് ആയിട്ട് ട്രീറ്റ് ചെയ്യും. ആൻഡ് ഇറ്റ് ഈസ് സ്റ്റോർഡ് ഇൻ ടു സ്ട്രിങ് വേരിയബിൾ എ. ദെൻ ഫൈനലി വി ആർ ട്രൈങ് ടു പ്രിൻറ്റ് എ. അപ്പോൾ എ എന്ന് പറഞ്ഞ സ്ട്രിങ് വേരിയബിൾ പ്രിൻറ്റ് ചെയ്യാൻ നോക്കുമ്പോഴോ ഇത്രയും മൊത്തം എന്ത് ചെയ്യും, പ്രിൻറ്റ് ചെയ്യും. സോ സ്ട്രിങ് വേരിയബിൾ എന്താണെന്ന് മനസ്സിലായി, എന്താണ് സ്ട്രിങ് എന്ന് മനസ്സിലായി. സിംഗിൾ കോഡ്സിലോ ഡബിൾ കോഡ്സിലോ എൻക്ലോസ് ചെയ്തിരിക്കുന്ന ഗ്രൂപ്പ് ഓഫ് ക്യാരക്ടേഴ്സിനെയാണ് നമ്മൾ എന്താ പറയുന്നത്, സ്ട്രിങ് എന്ന് പറയുന്നത്. അത് നമുക്കൊരു വേരിയബിളിനകത്തേക്ക് അസൈൻ ചെയ്യാൻ നമുക്ക് ഈക്വൽ ടു സൈൻ യൂസ് ചെയ്യാം. ഒന്ന് കൂടുതൽ ലൈനിലുള്ള സ്ട്രിങ് വേരിയബിളിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്താൽ മതി, ഒന്നുകിൽ 3 സിംഗിൾ കോഡ്സ് വെച്ച് സ്റ്റാർട്ട് ചെയ്യാം ആൻഡ് എൻഡ് വിത്ത് 3 സിംഗിൾ കോഡ്സ്. അതേപോലെ തന്നെ 3 ഡബിൾ കോഡ്സ് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാം ആൻഡ് എൻഡ് വിത്ത് 3 ഡബിൾ കോഡ്സ്. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മൾട്ടി ലൈൻ സ്ട്രിങ് പോസിബിൾ ആണ്. Next one, string or arrays. Like many other popular programming language, strings in Python are arrays of bytes representing Unicode characters. However, Python does not have a character data type. A single character is simply a string with length of 1. A square brackets can be used to access elements of the string. മനസ്സിലായോ? അപ്പം സ്ട്രിങ് എന്ന് പറയുന്ന സാധനം നമുക്ക് ഒരു അറേ ആയിട്ട് ട്രീറ്റ് ചെയ്യാം. നമുക്ക് സിയിലൊക്കെ നിങ്ങൾ അറേസ് എന്ന് പറഞ്ഞ സാധനം കേട്ടിട്ടുണ്ടാവും, എനിക്ക് ഉണ്ടാവും ഞാൻ വിചാരിക്കുന്നു. എനിവേ കേട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ അറേ എന്ന് പറഞ്ഞാൽ ആക്ച്വലി പല പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനകത്ത് എന്താണ് ഒരു ടൈപ്പ് ഓഫ് ഡാറ്റയാണ്. അപ്പം ഒരു അറേക്കകത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ സിമിലർ ഡാറ്റ ടൈപ്പിലുള്ള ക്യാരക്ടേഴ്സിന് ഒരു സിംഗിൾ വേരിയബിൾ നെയിമിനകത്ത് സ്റ്റോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് യൂസ് ചെയ്യാം, അറേസ് യൂസ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ സ്ട്രിങ് എന്ന് പറഞ്ഞ സാധനം ഇപ്പം 1 2 3 4 5 എന്ന് പറഞ്ഞൊരു വാല്യൂ മനസ്സിലാണ്ട് വരുന്നത് 1 2 3 5 അപ് ടു 10 വരെയുള്ള വാല്യൂ ഇപ്പം നമുക്കൊരു സിംഗിൾ നെയിമിനകത്ത് എന്ത് ചെയ്യണം, സ്റ്റോർ ചെയ്യണമെന്ന് വിചാരിക്കുക. അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നെന്ന് വിചാരിക്കുക. ഫോർ എക്സാമ്പിൾ എ ഈക്വൽ ടു 1 2 3 4 5 6 7 8 9 and 10. എ എന്ന് പറഞ്ഞ വേരിയബിളിനകത്ത് ഇങ്ങനെ സ്റ്റോർ ചെയ്യൽ പോസിബിൾ അല്ല. അതിൻ്റെ റീസൺ എന്താണ്, എ എന്ന് പറഞ്ഞതിനകത്ത് ഒരു വേരിയബിൾ മാത്രമേ നമുക്ക് സ്റ്റോർ ചെയ്യാൻ, ഒരു വാല്യൂ മാത്രമേ സ്റ്റോർ ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടെ എത്രയുണ്ട്, 10 ഡിഫറെൻറ്റ് വാല്യൂസ് ഉണ്ട് അല്ലേ. ഇവിടെ ലാസ്റ്റിൽ 10 ആണ് കേട്ടോ, 10 ഡിഫറെൻറ്റ് വാല്യൂസ് ഉണ്ട്. അപ്പോൾ ഇതൊരു എന്തായിട്ട് സ്റ്റോർ ചെയ്യാൻ പറ്റില്ല, ഒരു സിംഗിൾ വേരിയബിൾ നെയിമിനകത്ത് സ്റ്റോർ ചെയ്യാൻ പറ്റില്ല. ഇങ്ങനെ സ്റ്റോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിനെ നമ്മൾ എന്തായിട്ട് സ്റ്റോർ ചെയ്യണമെന്നാണ് പറഞ്ഞത്, ഇതൊരു സ്ട്രിങ് വേരിയബിൾ ആണെങ്കിൽ നമുക്ക് പോസിബിൾ ആകും. ക്യാരക്ടർ വേരിയബിൾ ഇൻറ്റിജർ വേരിയബിൾ ആണെങ്കിൽ നമുക്ക് പോസിബിൾ ആണ്. അപ്പോൾ സിക്കകത്ത് നമുക്ക് ഇങ്ങനെ നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും, ഇത് പോസിബിളാണ്. അപ്പോൾ സി ലാംഗ്വേജിനകത്തൊക്കെ നമുക്ക് ഇത് പോസിബിളാണ്. അപ്പം എ എന്ന് പറഞ്ഞാൽ ഒരു അറേ വേരിയബിൾ ആയിരിക്കും. ഇതിങ്ങനെ എ സ്റ്റോർ ചെയ്യാൻ പറ്റില്ല, എ ഇങ്ങനെ റെപ്രസെൻ്റ് ചെയ്യണം. എ ഓഫ് അറേ എന്നാണ് ഇതിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. സാധാരണ വേരിയബിൾ അല്ല, ഇതൊരു അറേ ടൈപ്പ് വേരിയബിളാണ്. അതിനകത്തേക്ക് നമുക്ക് 1 2 3 10 നമ്പേഴ്സ് സ്റ്റോർ ചെയ്യാം. 10 അല്ല എത്ര നമ്പേഴ്സ് വേണമെങ്കിൽ സ്റ്റോർ ചെയ്യാം. ഇനി എ ഓഫ് ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ഫസ്റ്റ് വാല്യൂ നമുക്ക് വേണമെങ്കിൽ ഇതിനകത്ത് എന്ത് ചെയ്യാൻ പറ്റും, ആക്സസ് ചെയ്യാൻ പറ്റും. അതായത് എ ഓഫ് 0 പറയുകയാണെങ്കിൽ ദാറ്റ് റെപ്രസെൻറ്റ്സ് 1. മനസ്സിലായോ? ഇനി എവിടെ എ ഓഫ് എന്ന് പറയുകയാണെങ്കിലും എന്തായിരിക്കും റെപ്രസെൻ്റ് ചെയ്യുന്നത്. അപ്പോൾ എ ഓഫ് ഐ എന്ന് പറയുകയാണെങ്കിലോ ഫസ്റ്റ് നമ്പറിന് എ ഓഫ് 0 ആണ്, എ ഓഫ് 1 2 3 4 5 ഇതാണ് ആക്ച്വലി റെപ്രസെൻ്റ് ചെയ്യുന്നത്. എ ഓഫ് ഐ എന്ന് പറഞ്ഞപ്പോൾ എന്തായിരിക്കും 6 എന്നായിരിക്കും. മനസ്സിലായോ പറഞ്ഞത്? അത് കുറച്ചും കൂടെ റെപ്രസെൻ്റ് ആണെങ്കിൽ ഇത് നമ്പർ 1 1 1 1 2 1 3 1 4 1 5 1 6 1 7 1 8 1 9 1 10 1 11 1 12 1 13 1 14 1 15 1 16 1 17 1 18 1 19 1 20 1 21 1 22 1 23 1 24 1 25 1 26 1 27 1  28 1 29 1 30 1 31 1 32 1 33 1 34 1 35 1 36 1 37 1  38 1 39 1 40 1 41 1 42 1 43 1 44 1 45 1 46 1 47 1 48 1 49 1 50 1 51 1 52 1 53 1 54 1 55 1 56 1 57 1 58 1 59 1 60 1 61 1 62 1 63 1 64 1 65 1 66 1 67 1 68 1 69 1 70 1 71 1 72 1 73 1 74 1 75 1 76 1 77 1 78 1 79 1 80 1 81 1 82 1 83 1 84 1 85 1 86 1 87 1 88 1 89 1 90 1 91 1 92 1 93 1 94 1 95 1 96 1 97 1 98 1 99 1
17
18 19 into 0. സപ്പോസ് ഇങ്ങനെയാണ് വാല്യൂ ഉള്ളതെന്നായിരിക്കാം, ഇങ്ങനെയാണ് വാല്യൂ ഉള്ളതായിരിക്കാം. എ ഓഫ് 0 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? എ ഓഫ് 0 റെപ്രസെൻറ്റ്സ് 11. എ ഓഫ് 1 എന്തായിരിക്കും? എ ഓഫ് 1 റെപ്രസെൻറ്റ്സ് 12. എ ഓഫ് 2 റെപ്രസെൻറ്റ്സ് 13. എ ഓഫ് 3 റെപ്രസെൻറ്റ് 14. എ ഓഫ് 4 റെപ്രസെൻറ്റ് 11 12 13 0 1 2 3 4 15 ആയിരിക്കും റെപ്രസെൻറ്റ് ചെയ്യുന്നത് എ ഓഫ് 4. ഇനി എ ഓഫ് 9 എന്ന് പറഞ്ഞ സാധനം എന്തായിരിക്കും റെപ്രസെൻറ്റ് ചെയ്യുക? ആൻഡ് എ ഓഫ് 9 റെപ്രസെൻറ്റ്സ് 20. ഇപ്പോൾ എ ഓഫ് 0 ഫസ്റ്റ് എലമെൻറ്റ്, എ ഓഫ് 9 റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഏറ്റവും ലാസ്റ്റ് എലമെൻ്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ അറേ എന്ന് പറഞ്ഞ സാധനം പോസിബിളാണ്. അപ്പം ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? സ്ട്രിങ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എൻ അറേ. ഇപ്പം നമുക്ക് ഓരോ ക്യാരക്ടറെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. ഒരു സ്ട്രിങ് ഇവിടെ പൈത്തണിനകത്ത് എന്തായിട്ട് ട്രീറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒരു അറേ ആയിട്ടാണ്, ക്യാരക്ടേഴ്സിൻ്റെ ഒരു അറേ ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. ലൈക്ക് മെനി അതർ പോപ്പുലർ ലാംഗ്വേജ്, സ്ട്രിങ് ഇൻ പൈത്തൺ ആർ അറേസ് ഓഫ് ബൈറ്റ്സ് റെപ്രസെൻറ്റിങ് യൂണിക്കോഡ് ക്യാരക്ടേഴ്സ്. അപ്പം ഇതിനകത്ത് നമ്മളിപ്പോൾ ഈ ഹലോ വേൾഡ് എന്ന് പറയല്ലേ, ഈ ഹലോ വേൾഡിനകത്തുള്ള ഓരോ ക്യാരക്ടേഴ്സും നമുക്ക് ഒരു അറേക്കകത്തുള്ള എലമെൻറ്റ്സ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. അതായത് എ ഓഫ് 0 എന്ന് പറഞ്ഞ സാധനം ഫസ്റ്റ്, എ ഓഫ് 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇ, എ ഓഫ് 0 എന്ന് പറഞ്ഞാൽ എച്ച്, എ ഓഫ് 0 ഇ, എ ഓഫ് 1 എൽ, എ ഓഫ് 2 എൽ അഗെയിൻ, എ ഓഫ് 3 ഒ, എ ഓഫ് 4 കോമ, എ ഓഫ് 5 സ്പേസ്, എ ഓഫ് 6 ഡബ്ല്യു, എ ഓഫ് 7 ഒ. അങ്ങനെ പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഓരോ ക്യാരക്ടേഴ്സിനെ നമുക്ക് ഇതിനകത്ത് നിന്ന് എക്സ്ട്രാക്ട് ചെയ്യാൻ പറ്റും. ഓരോ ക്യാരക്ടേഴ്സിനെ മാത്രം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എടുക്കാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് എ ഓഫ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു അറേയിലുള്ള ക്യാരക്ടറിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. അപ്പം ഒരു സ്ട്രിങ്ങിനകത്തുള്ള ക്യാരക്ടേഴ്സിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഓരോ ക്യാരക്ടേഴ്സിനെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇൻഡിവിജ്വലി ആക്സസ് ചെയ്യാൻ പറ്റും ബൈ യൂസിങ് string of arrays or using arrays യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. മനസ്സിലായോ? അതിന് വേണമെങ്കിൽ ഒരു എക്സാമ്പിൾ വേണമെങ്കിൽ കാണിക്കാം. IDE ഇൻസ്റ്റാൾ ചെയ്യലല്ല, എക്സിക്യൂട്ട് ചെയ്യട്ടെ. അപ്പം നമുക്ക് കാണാം. അപ്പം സ്ട്രിങ് എന്ന് പറയുന്നത് നമുക്ക് എന്തായിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുന്ന പറഞ്ഞാൽ ഒരു ക്യാരക്ടർ അറേ ആയിട്ട് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുന്ന പറഞ്ഞാൽ. അപ്പം കുറേ ക്യാരക്ടേഴ്സിൻ്റെ ഒരു അറേ ആയിട്ട് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. അപ്പം അത് ഇതുവരെയുള്ള പ്രോബ്ലംസ് നമുക്ക് ചെയ്ത് നോക്കാം നമുക്ക്. അപ്പോൾ ഇവിടെ എ ഈക്വൽ ടു ഹായ് സ്റ്റുഡൻസ്. അപ്പം ഹായ് സ്റ്റുഡൻസ് ആണ് എന്ത് ചെയ്തു? ഡബിൾ കോട്ട്സിൽ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഇറ്റ്സ് എ സ്ട്രിങ് കോൺസ്റ്റൻറ്റ്. എ എന്ന് പറഞ്ഞാലോ സ്ട്രിങ് വേരിയബിൾ അല്ലേ. പ്രിൻ്റ് എ എന്ന് പറഞ്ഞാലോ പ്രിൻ്റ് എ, ഇറ്റ് വിൽ പ്രിൻ്റ് ഹായ് സ്റ്റുഡൻസ്. ഇങ്ങനെ പ്രിൻ്റ് ചെയ്ത് വരും. മനസ്സിലായല്ലേ? ഇനി നമ്മൾ ഇതുവരെ പഠിച്ചത് ഹായ് സ്റ്റുഡൻസ് എന്ന് പറഞ്ഞാൽ എ എന്ന് പറഞ്ഞ ഒരു സ്ട്രിങ്. ഈ ഇത്രയും ഒരു സാധനം എന്താണെന്ന് പറഞ്ഞത്? ഇതൊരു സ്ട്രിങ് വേരിയബിളാണ്, സ്ട്രിങ് കോൺസ്റ്റൻ്റ് ആണ്. അത് സ്ട്രിങ് വേരിയബിൾ ആയിട്ടുള്ള എയിലേക്ക് സ്റ്റോർ ചെയ്തു എന്ന് പറഞ്ഞാൽ. ഇനി സ്ട്രിങ്ങിനെ എന്തായിട്ട് ട്രീറ്റ് ചെയ്യുന്ന പറഞ്ഞാൽ ഒരു അറേ ആയിട്ട് ട്രീറ്റ് ചെയ്യും അല്ലേ. അപ്പോൾ നമ്മളിങ്ങനെ കൊടുക്കുകയാണ് ഞാൻ പ്രിൻറ്റ് എ എഫ് പ്രിൻറ്റ് എ എഫ് 0. അപ്പോൾ എന്താ പ്രിൻ്റ് ചെയ്യുക? ഫസ്റ്റ് ക്യാരക്ടർ മാത്രം എന്ത് ചെയ്യണം? പ്രിൻ്റ് ചെയ്യണം. എച്ച് മാത്രം പ്രിൻ്റ് ചെയ്യണം. എച്ച് മാത്രം പ്രിൻ്റ് ചെയ്തു. മനസ്സിലായോ? ഇനി AF1 എന്ന് പറഞ്ഞാലോ എന്ത് പ്രിൻ്റ് ചെയ്യണം? എച്ച് എ മാത്രം പ്രിൻ്റ് ചെയ്യണം അല്ലേ. 6 എന്ന് പറയുകയാണെങ്കിലോ എന്താ പ്രിൻ്റ് ചെയ്യുക? AF6 എന്ന് പറയുകയാണെങ്കിലോ 0 1 2 3 4 5 6 യുഒ ടിഒ ആയിരിക്കും വരിക. യു ആയിരിക്കും മിക്കവാറും. നോക്കാം നമുക്ക്.
സ്പേസ് 2 യു ഉണ്ടല്ലേ. അങ്ങനെ ഒരു സ്ട്രിങ് കോൺസ്റ്റൻറ്റിനകത്ത് നിന്ന് നമുക്ക് ഓരോ ക്യാരക്ടറായിട്ട് നമുക്ക് എക്സ്ട്രാക്ട് ചെയ്യാൻ പറ്റും ബൈ യൂസിങ് അറേസ്. കാരണം സ്ട്രിങ്ങിനെ നമ്മൾ എന്തായിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്? ക്യാരക്ടർ അറേ ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. മനസ്സിലായല്ലേ? ഇനി എ എഫ് 6 ഈക്വൽ ടു, ഇപ്പോൾ എ എക്സ് ഇസ് യു അല്ലേ, എ എഫ് 6 ഈക്വൽ ടു ഞാൻ എന്ത് കൊടുക്കുന്നത്? എക്സ് എന്ന് കൊടുക്കാൻ പറ്റും. ഇങ്ങനെ എനിക്ക് മാറ്റാൻ പറ്റും. അയ്യോ, ഇങ്ങനെ ചെയ്യാൻ പറ്റില്ല. എ എഫ് 6 ഈക്വൽ ടു ക്യാരക്ടർ അല്ലേ, എ എഫ് 6 ഈക്വൽ ടു ക്യാപിറ്റൽ എക്സ് കൊടുക്കാം നമുക്ക്. F6 ഇങ്ങനെ അസൈൻ ചെയ്യാൻ പറ്റില്ല. പോട്ടെ. അപ്പം ഇങ്ങനെ ഓരോ ക്യാരക്ടറായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിനെ എക്സ്ട്രാക്ട് ചെയ്യാൻ പറ്റും. അടുത്ത് എന്താ നോക്കാം നമുക്ക്. അപ്പം എ ഓഫ് ഐ എന്ന് പറഞ്ഞാൽ ഇ ആയിരിക്കും ഇതിനകത്ത്. ഓക്കെ. നെക്സ്റ്റ്, സ്ലൈസിങ്. യു ക്യാൻ റിട്ടേൺ എ റേഞ്ച് ഓഫ് ക്യാരക്ടേഴ്സ് ബൈ യൂസിങ് ദി സ്ലൈസ് സിൻടാക്സ്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു സ്ട്രിങ്ങിനകത്ത് നമ്മൾ നേരത്തെ പറഞ്ഞു, സ്ട്രിങ്ങിനെ നമ്മൾ അറേ ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിനകത്തുള്ള ഓരോ ക്യാരക്ടേഴ്സിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് സ്ലൈസ് ചെയ്തെടുക്കാൻ പറ്റും, നമുക്ക് ട്രിം ചെയ്യാൻ പറ്റും, നമുക്ക് എക്സ്ട്രാക്ട് ചെയ്തെടുക്കാൻ പറ്റും. ഒന്നിൽ കൂടുതൽ ക്യാരക്ടേഴ്സ് നമുക്ക് സ്പെസിഫൈ ചെയ്യാൻ പറ്റും. ഒരു സിംഗിൾ ക്യാരക്ടർ മാത്രം എടുക്കാൻ പറ്റും, ഒരു ഗ്രൂപ്പ് ഓഫ് ക്യാരക്ടർ മാത്രം എടുക്കാൻ പറ്റും. അങ്ങനെ പല രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സ്ലൈസ് ചെയ്തെടുക്കാൻ പറ്റും. സ്പെസിഫൈ ദി സ്റ്റാർട്ട് ഇൻഡെക്സ്. അപ്പോൾ നമ്മൾ എന്ത് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, സ്ലൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റിൽ നമ്മൾ അതിൻ്റെ സ്റ്റാർട്ടിങ് ഇൻഡെക്സ് ഏതാണെന്ന് പറയണം, ആൻഡ് എൻഡ് ഇൻഡെക്സ് എന്ന് പറയണം, സെപ്പറേറ്റഡ് ബൈ കോളൻ, ആൻഡ് റിട്ടേൺ എ പാർട്ട് ഓഫ് സ്ട്രിങ്. ഇപ്പോൾ സാധാരണ റിട്ടേൺ ചെയ്യുന്നതായിരിക്കും ഒരു പാർട്ട് ഓഫ് അതിൻ്റെ ഒരു സ്ട്രിങ്ങിൻ്റെ ഒരു പാർട്ടായിരിക്കും റിട്ടേൺ ചെയ്യുക. അപ്പോൾ ഗെറ്റ് എ ക്യാരക്ടർ ഫ്രം പൊസിഷൻ 2 ടു പൊസിഷൻ 5 നോട്ട് ഇൻക്ലൂഡഡ്. അപ്പോൾ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് അതാണ്. അപ്പം പ്രിൻറ്റ് ബി എന്ന് പറഞ്ഞാൽ ഹലോ വേൾഡ് എന്നാണ് ഒരു സ്ട്രിങ് സ്റ്റോർ ചെയ്തു. പ്രിൻറ്റ് ബി 2:5. അപ്പോൾ സ്റ്റാർട്ടിങ് ഇൻഡെക്സ് എന്താ 2 ആണ്. അപ്പോൾ 0 1 2. അപ്പം എല്ലിൽ സ്റ്റാർട്ട് ചെയ്യും ആൻഡ് 5th ക്യാരക്ടർ വരെ. മനസ്സിലായല്ലേ? അപ്പോൾ ഇവിടുന്ന് നെക്സ്റ്റ് ക്യാരക്ടർ എന്താണോ അതായിരിക്കും പ്രിൻറ്റ് ചെയ്ത് വരാം. നമുക്കത് ഇതേ പറഞ്ഞ പോലെ തന്നെ എന്ത് ചെയ്യാൻ പറ്റും? സ്ലൈസ് ചെയ്തിട്ട് പ്രിൻറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കാം. നമുക്ക് ഇതിനകത്ത് ഐ ഡിയിൽ പോയിട്ട് നമുക്ക് ചെയ്ത് നോക്കാം. ഒന്നും കൂടെ പ്രിൻറ്റ് ചെയ്ത് നോക്കാം നമുക്ക്. പ്രിൻറ്റ് ഈ ഹായ് സ്റ്റുഡൻസ് വരും അല്ലേ. പ്രിൻറ്റ് എ ഓഫ് ടു കോളൻ 5 നോക്കട്ടെ ഈസ്. അപ്പം 2ൽ സ്റ്റാർട്ട് ചെയ്യുന്നത് ഏതാ? ഹായ് എന്ന് പറഞ്ഞത് അല്ലേ. അപ്പം 0 1 2. അപ്പോൾ 2ൽ സ്റ്റാർട്ട് ചെയ്യുന്നത് ഏതാണ്? ഐ ആണ്. അപ്പം ഐയിൽ തുടങ്ങി. ഇനി എത്ര ക്യാരക്ടർ വരെ? 5th ക്യാരക്ടർ വരെ. അപ്പം 0 1 2. ഇനി 3 ഇതാണ്, 4 ഇതാണ്, 5 വരെ അല്ലേ. 2 സ്പേസ് ഉണ്ടോ നോക്കട്ടെ. ഇനി നമുക്കൊരു കാര്യം ചെയ്യാം, കുറച്ചും കൂടെ ഇതൊന്ന് മാറ്റി നോക്കാം. ഇത് 5 ആക്കാം, ഇത് നമുക്ക് ഒരു 8 ആക്കാം. അപ്പം 5 മുതൽ എവിടം വരെ വരണം? 8th ക്യാരക്ടർ വരെ വരണം അല്ലേ. 0 1 2 3 4 5. അപ്പം ടിയിൽ സ്റ്റാർട്ട് ചെയ്തു, യു ഡി 3 ക്യാരക്ടർ കൂടെ വരും. അപ്പോൾ ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എക്സ്ട്രാക്ട് ചെയ്തെടുക്കാൻ പറ്റും. മനസ്സിലായില്ലേ? അപ്പോൾ ഇത് ഏത് ഫോമാറ്റിലാണോ വരേണ്ടത് അതനുസരിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിന് ഇപ്പോൾ ലാസ്റ്റ് 4 ക്യാരക്ടേഴ്സ് വരണമെന്നുണ്ടെങ്കിൽ 0 1 2 3 4 5 6 7. അപ്പോൾ 7th ഇവിടെ 7 കൊടുക്കുക, 7 കൊടുക്കുക, പിന്നെ ഇവിടെ 11 വരെ കൊടുക്കുക. ഉണ്ടല്ലേ 4 ക്യാരക്ടർ. DEN T വരെ വരുന്നുള്ളൂ. 12 കൊടുക്കുകയാണെങ്കിലോ അടുത്ത കൂടെ വരും 7
12 ഡെൻസ് എന്ന് വരും, അല്ല ഡെൻറ്റ് എന്നായിരുന്നു ഡെൻസ് എന്ന് വരും. അപ്പോൾ ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ട്രിം ചെയ്തിട്ട് എടുക്കാൻ പറ്റും. നമുക്ക് ഓരോ ക്യാരക്ടർ പോയി എക്സ്ട്രാക്ട് ചെയ്തെടുക്കാൻ പറ്റും. ഇതിൻ്റെ പല ഫോമാറ്റ് ഉണ്ട്. ഇത് നെഗറ്റീവ് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്നൊക്കെ ഉള്ളത് അതിനകത്ത് കാണാൻ നിങ്ങൾക്ക്. നെഗറ്റീവ് ഇൻഡെക്സിങ് പോസിബിൾ ആണ്. ബി ഹലോ വേൾഡ് -5 -2 എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് അതും ട്രൈ ചെയ്ത് നോക്കാം നമുക്ക്. പ്രിൻറ്റ് എന്താ പ്രിൻ്റ് ചെയ്ത് നോക്കാം. ഹായ് സ്റ്റുഡൻറ്റ് തന്നെയാണ് വരുന്നത്. ഇനി പ്രിൻറ്റ് a of -2 colon -5. സ്പേസ് ആണ് -3 നോക്കി നോക്കാം നമുക്ക്. എന്നാണ് -3 എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് മൂന്നാമത്തെ ക്യാരക്ടർ അങ്ങനെ വരാം. അപ്പം നേരെ ഓപ്പോസിറ്റ്. ഇതിൻ്റെ നേരത്തെ നമ്മൾ പ്ലസ് കൊടുത്തിരിക്കുന്ന സമയത്ത് എന്താണ് ഉണ്ടായത്, അതിന് ജസ്റ്റ് ഓപ്പോസിറ്റാണ് വരിക. അപ്പോൾ നമ്മൾ നേരത്തെ ഇതിനകത്തുള്ള എക്സാമ്പിൾ കാണിച്ചു നോക്കാം നമുക്ക്. ഹലോ വേൾഡ് എന്ന് പറയുന്നതിനകത്ത് പ്രിൻറ്റ് -5 -2 എന്നുള്ളതാണ്. അപ്പോൾ ഇവിടുന്ന് -5 എന്ന് നോക്കുക ആദ്യം. അപ്പോൾ ഇത് ഏറ്റവും അവസാനത്തിനകത്ത് 0 1 2 3 4 5 എന്നിട്ട് 5th 2 ക്യാരക്ടർ അങ്ങനെ എടുത്തിട്ടേ വരും. ജസ്റ്റ് റിവേഴ്സ്. നേരത്തെ പോസിറ്റീവ് ഇൻഡെക്സ് കൊടുക്കുന്നതിന് ജസ്റ്റ് ഓപ്പോസിറ്റ്. നിങ്ങൾ എക്സാമ്പിൾ എടുത്ത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പോൾ സ്ട്രിങ് ലെങ്ത്, ഇപ്പോൾ നമ്പർ ഓഫ് ക്യാരക്ടർ ഇൻ എ സ്ട്രിങ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കണ്ടുപിടിക്കാൻ പോസിബിളാണ് യൂസിങ് len ഫംഗ്ഷൻ. നമ്മൾ ഓൾറെഡി ഇത് നോക്കിയതായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ len എന്ന് പറഞ്ഞ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ലെങ്ത് ഓഫ് എ സ്ട്രിങ്, ടു ഫൈൻഡ് ഔട്ട് ദി ലെങ്ത് ഓഫ് എ സ്ട്രിങ്. അപ്പം പ്രിൻറ്റ് len ഓഫ് എ എന്ന് പറയുകയാണെങ്കിൽ ഹലോ വേൾഡിനകത്ത് എത്ര ക്യാരക്ടേഴ്സ് ഉണ്ട് എന്നുള്ളതായിരിക്കും പ്രിൻറ്റ് ചെയ്യുക. അതും ജസ്റ്റ് നമുക്ക് എന്ത് ചെയ്താൽ ഇപ്പം തന്നെ നോക്കി നോക്കാം നമുക്ക്. പ്രിൻറ്റ് അല്ലെങ്കിൽ ആദ്യം തന്നെ പ്രിൻറ്റ് ചെയ്ത് നോക്കാം നമുക്ക്. പ്രിൻറ്റ് എ ഹായ് സ്റ്റുഡൻ്റ് ഇതല്ലേ. ഇനി പ്രിൻറ്റ് len ഓഫ് എ എന്താ പറയുന്നത്, 12 ക്യാരക്ടേഴ്സ് ഉണ്ട്. അപ്പം 1 2 3 4 5 6 7 8 9 10 11 12 ഇത്രയും ഇതിനകത്ത് നടുക്കുള്ള സ്പേസും കൂടെ കൂട്ടിയിട്ട് 12 ക്യാരക്ടേഴ്സ് ഉണ്ട്. സോ len എന്ന് പറഞ്ഞാൽ എന്താ, ലെങ്ത് ഓഫ് എ സ്ട്രിങ്. അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പോസിബിളാണ്. സ്ട്രിങ് ലെങ്ത് എന്ന് പറഞ്ഞ സാധനം പോസിബിളാണ്, ഫൈൻഡ് ഔട്ട് ചെയ്യൽ പോസിബിളാണ്. നെക്സ്റ്റ് സ്ട്രിങ് മെത്തേഡ്. Python has a set of built-in methods that you can use on string. ഇപ്പോൾ സ്ട്രിങ് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പല മെത്തേഡ്സ് യൂസ് ചെയ്യാൻ പറ്റും, പല ടെക്നിക്സ് യൂസ് ചെയ്യാം. സ്ട്രിങ്ങിൻ്റെ മുകളിൽ പല ഓപ്പറേഷൻസ് പെർഫോം ചെയ്യാൻ പറ്റും ബിൽറ്റ് ഇൻ എന്ത് യൂസ് ചെയ്തിട്ട്, മെത്തേഡ് യൂസ് ചെയ്തിട്ട്. ഫോർ എക്സാമ്പിൾ, സ്ട്രിപ്പ് ഈസ് എ മെത്തേഡ് ദാറ്റ് റിമൂവ്സ് എനി വൈറ്റ് സ്പേസ് ഫ്രം ദി ബിഗിനിങ് ഓർ എൻഡ്. അപ്പോൾ എൻഡിലോ ബിഗിനിങ്ങിലോ ഉള്ള വൈറ്റ് സ്പേസ്, അതായത് ഈ ബ്ലാങ്ക് സ്പേസ് എന്ത് ചെയ്യും, അത് റിമൂവ് ചെയ്യും. ഇപ്പോൾ ഇവിടെ രണ്ടിടത്ത് ബ്ലാങ്ക് സ്പേസ് ഉണ്ട്, അപ്പോൾ അതെന്ത് ചെയ്യും, റിമൂവ് ചെയ്യും. ഇപ്പം ഹലോ വേൾഡ് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഹലോയുടെ ഫ്രണ്ടിൽ ഒരു സ്പേസ് ഉണ്ട്, ഇവിടെ ഒരു സ്പേസ് ഉണ്ട്, അത് രണ്ടും റിമൂവ് ചെയ്തിട്ട് കറക്റ്റ് ഹലോ വേൾഡ് എന്ന് പറഞ്ഞ സ്ട്രിങ് ആക്കി മാത്രം മാറ്റും. അപ്പോൾ അത് യൂസ് ചെയ്യേണ്ടത് എങ്ങനെയാണ്, പ്രിൻറ്റ് എ ഡോട്ട് സ്ട്രിപ്പ് എന്നാണ് കേട്ടോ. ഇപ്പോൾ സ്ട്രിപ്പ് എന്ന് പറഞ്ഞാൽ ഒരു മെത്തേഡാണ്, അതുപോലെ പല മെത്തേഡ്സ് യൂസ് ചെയ്യാം. സ്ട്രിപ്പ് ഈസ് എ മെത്തേഡ് വിച്ച് റിമൂവ്സ് എനി വൈറ്റ് സ്പേസ് ഫ്രം ദി ബിഗിനിങ് ഓർ എൻഡ്. ബിഗിനിങ്ങിലും എൻഡിങ്ങിലും മാത്രമാണ്, ഇതിനിടയ്ക്കുള്ള സ്പേസ് എന്ത് ചെയ്യില്ല,
വൈറ്റ് സ്പേസ് എന്ത് ചെയ്യില്ല, റിമൂവ് ചെയ്യില്ല. ഒരു സ്ട്രിങ്ങിൻ്റെ എൻഡിലും സ്റ്റാർട്ടിങ്ങിലുള്ള വൈറ്റ് സ്പേസ് മാത്രമേ എന്ത് ചെയ്യുള്ളൂ, റിമൂവ് ചെയ്യുള്ളൂ. സ്ട്രിങ് ഈസ് സ്ട്രിങ് മെത്തേഡ്സ് ആണ് ഒരു മെത്തേഡാണത്. നെക്സ്റ്റ് മെത്തേഡ് എന്താ നോക്കാം നമുക്ക്. ലോവർ എന്ന് പറഞ്ഞ മെത്തേഡ്. ലോവർ ഈസ് എ മെത്തേഡ് ദാറ്റ് റിട്ടേൺസ് സ്ട്രിങ് ഇൻ ലോവർ കേസ്. ഹലോ വേൾഡ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ പ്രിൻറ്റ് എ ഡോട്ട് ലോവർ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് പ്രിൻറ്റ് ചെയ്യാൻ നോക്കാം നമുക്ക്. ഇനി എ ഡോട്ട് അപ്പർ എന്ന് പറഞ്ഞാൽ അത് അപ്പർ കേസിൽ പ്രിൻറ്റ് ചെയ്യുന്ന പറഞ്ഞാൽ നമുക്ക് അത് രണ്ടും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ആദ്യം നമുക്ക് പ്രിൻറ്റ് ചെയ്ത് നോക്കാം. നമുക്ക് പ്രിൻറ്റ് എ. ഹായ് സ്റ്റുഡൻറ്റ്. ഇനി പ്രിൻറ്റ് എന്താ, എ ഡോട്ട് അപ്പർ. നമുക്ക് അപ്പറായിരിക്കും നല്ലത്. അപ്പർ. ഹായ് സ്റ്റുഡൻസ്. ഉണ്ടല്ലേ, നമ്മൾ സ്ട്രിങ് എന്താ, എ എന്ന് പറഞ്ഞ സ്ട്രിങ് എന്തായിരുന്നു, ലോവർ കേസിലാണ് നമ്മൾ റൈറ്റ് ചെയ്തിരിക്കുന്നത്. അതെന്തായിട്ട് പ്രിൻറ്റ് ചെയ്യും, അപ്പർ കേസിലായിട്ട് പ്രിൻറ്റ് ചെയ്യും. ഇനി ബി എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ ഞാൻ അസൈൻ ചെയ്യുകയാണ്. എല്ലാം അപ്പർ കേസിലായിരുന്നു. കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസ്. എല്ലാത്തിനകത്തും അപ്പർ കേസ് ലെറ്ററാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതെന്ത് ചെയ്യുന്നു, പ്രിൻ്റ് ചെയ്യുന്നു. ഫസ്റ്റ് പ്രിൻ്റ് ചെയ്യുന്നു, പ്രിൻറ്റ് ബി. അപ്പം കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസിൽ തന്നെ അപ്പർ കേസിലുള്ളവർക്ക് സ്ട്രിങ് പ്രിൻ്റ് ചെയ്യുന്നു. ഇനി പ്രിൻറ്റ് ലോവർ തന്നെ എന്ത് യൂസ് ചെയ്യാം, നമുക്ക് മെത്തേഡ് യൂസ് ചെയ്യാം. ലോവർ ഹായ് സ്റ്റുഡൻറ്റ്. എ അല്ല, ബി ഡോട്ടാണേ. ബി അല്ലേ നമ്മൾ അപ്പർ കേസിൽ എഴുതിയിരിക്കുന്നത്. കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസ് എന്നിട്ട് ലോവറിലേക്ക് എന്ത് ചെയ്യും, കൺവേർട്ട് ചെയ്യും. അപ്പം ഇങ്ങനെ കുറേ മെത്തേഡ്സ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, യൂസ് ചെയ്യാൻ പറ്റും. റീപ്ലേസ് എന്നാണ് മെത്തേഡ് ഉണ്ട്, വിച്ച് റീപ്ലേസ് എ സ്ട്രിങ് വിത്ത് അനദർ സ്ട്രിങ്. ഇപ്പോൾ ഹലോ വേൾഡ് എന്ന് പറയുന്നത് എ ഡോട്ട് റീപ്ലേസ് എച്ച് എന്നുള്ള മാറ്റി എന്താക്കാൻ പറ്റും, ജെ ആക്കി മാറ്റാൻ പറ്റും. അപ്പോൾ എച്ച് ഉള്ളിടത്തൊക്കെ എന്തായിട്ട് റീപ്ലേസ് ചെയ്യും, ജെ വെച്ച് റീപ്ലേസ് ചെയ്യും. അപ്പോൾ അത് റീപ്ലേസ് തന്നെ ഒരു മെത്തേഡാണ് അത്. ഇപ്പോൾ റീപ്ലേസ് മെത്തേഡ് റീപ്ലേസ് എ സ്ട്രിങ് വിത്ത് അനദർ സ്ട്രിങ്. ഹലോ വേൾഡ് റീപ്ലേസ് എച്ച് ഡോട്ട്. ഇങ്ങനെ ഇത് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, വേറൊരു ക്യാരക്ടർ വെച്ചിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്, നമുക്ക് റീപ്ലേസ് ചെയ്യുന്നത്. സ്പ്ലിറ്റ് is another method that splits the string into substring if it is finds instance of the separator. ഇപ്പോൾ ഹലോ വേൾഡ് തന്നെ സ്ട്രിങ് എ ഡോട്ട് സ്പ്ലിറ്റ് സെമി കോമ. അപ്പോൾ കോമ വെച്ച് സ്പ്ലിറ്റ് ചെയ്തിരിക്കുന്ന സാധനം എന്ത് ചെയ്യും, അത് റിട്ടേൺ ചെയ്യും. അപ്പോൾ എന്താ റിട്ടേൺ ചെയ്യുക, ഹലോ എന്ന് പറഞ്ഞിട്ടൊരു ക്യാരക്ടറും വേൾഡ് എന്ന് പറഞ്ഞിട്ടൊരു സ്ട്രിങ് ആയിട്ട് എന്ത് ചെയ്യും, സെപ്പറേറ്റ് ആയിട്ട് റിട്ടേൺ ചെയ്യും. സോ പിന്നെ ചെക്ക് സ്ട്രിങ്. ടു ചെക്ക് ഇഫ് എ certain phrase of a character is present in a string, we can use keyword in or not in. Check if the phrase AIN is present in the following text. അപ്പോൾ ടെക്സ്റ്റ് ഇപ്പോൾ ഇങ്ങനെയാണെന്ന് ഇരിക്കുക, റെയിൻ സ്പെയിൻ, the rain in Spain stays mainly in the pain. ഇപ്പോൾ x is equal to AIN in text. പ്രിൻ്റ് എക്സ് എന്ന് പറഞ്ഞാൽ എവിടെയൊക്കെ ഉണ്ട് എന്നുള്ളത്, എത്ര പ്രാവശ്യം ഉണ്ട് എന്നുള്ളത് പ്രിൻ്റ് ചെയ്തിട്ട് വരും. മനസ്സിലായല്ലേ? അപ്പം അങ്ങനെ നമുക്ക് കുറേ മെത്തേഡ്സ് ഉണ്ട്. സ്ട്രിങ്ങിൻ്റെ മെത്തേഡ്സ് യൂസ് ചെയ്തിട്ട് ഒരുപാട് ഓപ്പറേഷൻസ് എന്ത് ചെയ്യാൻ പറ്റും, പെർഫോം ചെയ്യാൻ പറ്റും. സ്ട്രിങ് കോൺകാറ്റിനേഷൻ. കോൺകാറ്റിനേഷൻ എന്ന് പറഞ്ഞാൽ കമ്പൈൻ more than one string. To concatenate or combine two strings we can use plus operator. Plus operator യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വളരെ ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, കമ്പൈൻ ചെയ്യാൻ പറ്റും. A is equal to hello, B is equal to world, C is equal to A plus B എന്ന് പറഞ്ഞാൽ പ്രിൻറ്റ് സി എന്ന് പറഞ്ഞാൽ ഹലോ വേൾഡ് തന്നെയായിട്ട് മാറും. നമുക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കണ്ടാൽ, നമ്മൾ ചെയ്തതാണ് ഒരുപാട് പ്രാവശ്യം, എന്നാലും ഒന്ന് കണ്ടേക്കാം. അപ്പം A equal to college
b equal to of applied c is equal to a plus b, print C College of Applied Science. ഇപ്പോൾ ഇങ്ങനെ പ്രിൻ്റ് ചെയ്ത് വരും. ഇനി എ പ്ലസ് ബി എന്നുള്ള മാതിരി സി ഇസ് ഈക്വൽ ടു ബി പ്ലസ് എ എന്നാക്കുകയാണെങ്കിലോ കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസിന് വരില്ല കേട്ടോ. പ്രിൻറ്റ് സി ഈക്വൽ ടു ഓഫ് അപ്ലൈഡ് സയൻസ് കോളേജ്. അപ്പോൾ ഏത് ഓർഡറിലാണ് നമ്മൾ കോൺകാറ്റിന് ചെയ്യാൻ കൊടുത്തിരിക്കുന്നത് അതേ കമ്പൈൻ ചെയ്യുള്ളൂ. അപ്പം സ്ട്രിങ് കമ്പൈൻ ചെയ്യാൻ എന്ത് ചെയ്താൽ മതി, നമുക്ക് സിമ്പിളായിട്ടൊരു എന്ത് കൊടുത്താൽ മതി, ഒരു പ്ലസ് ഓപ്പറേറ്റർ കൊടുത്താൽ മാത്രം മതി. രണ്ട് സ്ട്രിങ്ങിനെ കമ്പൈൻ ചെയ്യാം. രണ്ടിൽ കൂടുതലോ സ്ട്രിങ്ങിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് യൂസ് ചെയ്തിട്ട് കമ്പൈൻ ചെയ്യാൻ പറ്റും. സ്ട്രിങ് ഫോമാറ്റ് ഏജ് 36, ടെക്സ്റ്റ് ഈസ് ഈക്വൽ ടു മൈ നെയിം ഈസ് ജോൺ, ഐ ആം എന്നിട്ട് പ്ലസ് ഏജ് എന്നിട്ട് കൊടുക്കാൻ പറ്റും. അപ്പം ടെക്സ്റ്റിനകത്തേക്ക് എന്ത് ചെയ്യും, അപ്പം ഈ ഏജ് എന്ന് പറഞ്ഞ വാല്യൂ എത്രയാണോ അതെന്ത് ചെയ്യും, ആഡ് ചെയ്ത് വരും. അല്ലാതെ എന്തെല്ലാം ആഡ് ചെയ്യുക, AG എന്നെല്ലാം ആഡ് ചെയ്ത് വരും. അതും കൂടെ നമുക്ക് നോക്കാം. AG equal to 38. പ്രിൻ്റ് തന്നെ കൊടുത്തത് ഇങ്ങനെ കൊടുത്തിട്ടുണ്ടായിരുന്നത്. ടെക്സ്റ്റ് ഈസ് ഈക്വൽ ടു ഓക്കെ. ടെക്സ്റ്റ് my age is around plus age എന്നുണ്ട്. text is my age is around AG ഇതിനല്ലേ വേരിയബിൾ കൊടുത്ത്. ഓക്കെ, സോ ഇത് രണ്ടും പോസിബിൾ അല്ല. ഏജ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എൻ ഇൻറ്റിജർ വാല്യൂ ആൻഡ് ടെക്സ്റ്റ് ഈസ് എ സ്ട്രിങ് കോൺസ്റ്റൻറ്റ്. ഇപ്പം വേരിയബിൾ കോൺസ്റ്റൻ്റ് ആണ്. ടെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഇൻറ്റിജർ, ടെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ സ്ട്രിങ് വേരിയബിളും ഏജ് എന്ന് പറഞ്ഞൊരു ഇൻറ്റിജർ വേരിയബിളാണ്. അത് രണ്ടും കൂടെ എന്ത് ചെയ്യാൻ പറ്റില്ല, കമ്പൈൻ ചെയ്യാൻ പറ്റില്ല. സോ ഇതായിരിക്കും എപ്പോഴും എന്തുണ്ടാക്കുക, നേരത്തെ നമ്മൾ കാണിച്ച മാതിരി എറർ ഉണ്ടാക്കുള്ളൂ. അപ്പം നമുക്കിത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു സ്ട്രിങ്ങിനെയും ഒരു ഇൻറ്റിജർ വാല്യൂവിനെയും തമ്മിൽ കമ്പൈൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വി ക്യാൻ യൂസ് ഫോർമാറ്റ്. ഫോർമാറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഇത് യൂസ് ചെയ്യേണ്ടി വരും. അപ്പം we can combine a string and a number by using format method. അപ്പോൾ ഫോമാറ്റ് എന്ന് പറഞ്ഞൊരു മെത്തേഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കമ്പൈൻ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇവിടെ കണ്ടിട്ടില്ല ഒരു എക്സാമ്പിൾ, ഏജ് ഈക്വൽ ടു 36, ടെക്സ്റ്റ് ഈസ് ഈക്വൽ ടു മൈ നെയിം ഈസ് ജോൺ ആൻഡ് ഐ ആം എന്നിട്ട് ഒരു കേളി ബ്രേസ് കൂടെ ഇട്ടിരിക്കുന്നത് ഇവിടെ. അപ്പം എന്നിട്ട് നമ്മളെന്താ ചെയ്യുന്നത്, പ്രിൻറ്റ് ടെക്സ്റ്റ് ഡോട്ട് ഫോർമാറ്റ് ഏജ് ആ സ്പേസിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യും. മനസ്സിലായില്ലേ? അപ്പം ടെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ട് ആദ്യം ഇവിടെ ഒരു എവിടെയാണോ നമുക്ക് ഇൻസേർട്ട് ചെയ്യേണ്ടത് അവിടെ നമ്മളൊരു കേളി ബ്രേസ് നമ്മൾ ഇൻസേർട്ട് ചെയ്യും. അവിടെ നമ്മൾ എന്ത് ചെയ്യും, ടെക്സ്റ്റ് ഡോട്ട് ഫോർമാറ്റ് ഈസ് ഈക്വൽ ഏജ് തന്നെ കൊടുക്കും. അപ്പോൾ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ശ്രമിക്കും, ഇത് കൂടെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ കമ്പൈൻ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ആ ഒരു എക്സാമ്പിൾ കൂടെ നോക്കിക്കളാം.
ഏജ് ഈക്വൽ ടു ഏജ് ഓൾറെഡി കൊടുത്തിട്ടില്ലേ, പ്രിൻ്റ് ഏജ് കൊടുക്കാം നമുക്ക്. പ്രിൻ്റ് ഓക്കെ, ടെക്സ്റ്റ് കൊടുക്കാം. ടെക്സ്റ്റ് ഈസ് ഈക്വൽ ടു my age equal to double quotes കൊടുക്കാം. print print text dot format age. Text dot format age. My age equal to 32 38. മനസ്സിലായില്ലേ? നേരത്തെ നമ്മൾ നേരെ പോലെ കൊടുത്തു കഴിഞ്ഞാലോ, ടെക്സ്റ്റ് ഈക്വൽ ടു ഏജ് എന്ന് പറഞ്ഞാലോ, പ്രിൻറ്റ് ടെക്സ്റ്റ് ഡോട്ട് ഏജ് എന്ന് പറയുകയാണെങ്കിലോ എറർ വരും. ടെക്സ്റ്റ് പ്ലസ് ഏജ് എന്ന് പറയുകയാണെങ്കിലോ അപ്പോഴും പ്രിൻറ്റ് ടെക്സ്റ്റ് പ്ലസ് ഏജ് എന്ന് പറയുകയാണെങ്കിലോ അപ്പോഴും എറർ വരും. അപ്പോൾ ആകെ ഒരു ചെയ്യാൻ പറ്റുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ പ്രിൻറ്റ് ടെക്സ്റ്റ് ഡോട്ട് ഫോമാറ്റ് ഈക്വൽ ടു ഏജ് എന്ന് തന്നെ കൊടുക്കുകയാണെങ്കിൽ വി ക്യാൻ കമ്പയർ എ സ്ട്രിങ് ആൻഡ് ഇൻഡിജർ വാല്യൂയും സ്ട്രിങ്ങും കൂടെ കമ്പൈൻ ചെയ്തിട്ട് ഇതേപോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു സിംഗിൾ ക്യാരക്ടറായിട്ട് പോസിബിളാണ്. ഓക്കെ, format method takes unlimited numbers of arguments and are placed into the respective placeholders. So quantity is equal to 3, item is equal to 36, price is equal to 49.5. My order is equal to I want curly brace, piece of items curly brace, 4 curly brace dollars. Print my order format. മൈ ഓർഡർ എന്ന് പറഞ്ഞിട്ട് അതിനെന്ത് ഫോമാറ്റ്, ആദ്യത്തേനകത്ത് ക്വാണ്ടിറ്റി. അപ്പോൾ ഐ വാണ്ട് 3 പീസസ് ഓഫ് ഐറ്റം നമ്പർ 567. അടുത്തത് എന്ത് വരും, പീസസ് ഓഫ് ഐറ്റം 557 ഫോർ $49.95. ഇങ്ങനെ വരും. മനസ്സിലായല്ലേ? ഇതുപോലെ എത്ര ഫോമാറ്റ് ഓപ്ഷൻസ് വേണമെങ്കിലും ഒരു സ്ട്രിങ്ങിനകത്ത് പോസിബിൾ ആണെന്നാണ് ഇതിനകത്ത് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ മൈ ഓർഡർ ഡോട്ട് ഫോമാറ്റ് ഈസ് ഈക്വൽ ടു ഫോമാറ്റ് കോളത്തിനകത്ത് എന്ത് ചെയ്താൽ മതി, എവിടെയൊക്കെ ഫില്ല് ചെയ്യണം എന്നുള്ളത് കാണിക്കുക. അപ്പോൾ സ്ട്രിങ്ങിനകത്ത് എവിടെയൊക്കെ ഫില്ല് ചെയ്യണോ അവിടെയൊക്കെ നമ്മൾ എന്ത് യൂസ് ചെയ്യും, ഈ കേളി ബ്രേസ് യൂസ് ചെയ്യും. മനസ്സിലാവുണ്ടോ? കേളി ബ്രേസ് യൂസ് ചെയ്തതിനകത്തായിരിക്കും ഫസ്റ്റ് കേളി ബ്രേസ് യൂസ് ചെയ്തതിനകത്ത് ഏത് ഫില്ല് ചെയ്യും, ഇവിടെ ഈ ബ്രാക്കറ്റിനകത്ത് കൊടുത്തിരിക്കുന്ന ഫസ്റ്റ് തിങ് യൂസ് ചെയ്യും. സെക്കൻഡ് വൺ ഇവിടെ എന്ത് ചെയ്യും, ഫില്ല് ചെയ്യും. തേർഡ് വൺ ഇവിടെ എന്ത് ചെയ്യും, ഫില്ല് ചെയ്യും. അങ്ങനെ ഫോമാറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യും, ഒരു ഫൈനൽ സ്ട്രിങ്ങിനെ പ്രിൻ്റ് ചെയ്യും. ഓക്കെ, ഇതാണ് ഫോമാറ്റ് എന്ന് പറഞ്ഞ മെത്തേഡ്. ടു ഇൻസേർട്ട് ക്യാരക്ടേഴ്സ് ദാറ്റ് ആർ ഇല്ലീഗൽ ഇൻ എ സ്ട്രിങ് യൂസ് എൻ എസ്കേപ്പ് ക്യാരക്ടർ. An escape character is a backslash followed by a character you want to insert. ഇപ്പോൾ ഒരു ക്യാരക്ടറിനകത്ത് ചില എസ്കേപ്പ് ക്യാരക്ടേഴ്സ് ഉണ്ട്, അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഇൻക്ലൂഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യണം, ഒരു ബാക്ക്സ്ലാഷ് യൂസ് ചെയ്യണം. ബാക്ക്സ്ലാഷ് യൂസ് ചെയ്തിട്ടേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇല്ലീഗൽ ക്യാരക്ടേഴ്സിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് ഇൻക്ലൂഡ് ഒരു സ്ട്രിങ്ങിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ an illegal character is double quote inside a string that is surrounded by a double quotes. We are so called Vikings from the north. അപ്പോൾ ഇവിടെ again എന്ത് പറയുന്നു, you will get an error if you double quotes inside the a string surrounded by a double quotes. അപ്പോൾ ഇവിടെ നോക്കിയാൽ നിങ്ങൾ ഒരു ഡബിൾ കോട്ട്സ് ഇവിടെ ഉണ്ട്, അത് എവിടെ വെച്ചിട്ട് എൻക്ലോസ് ചെയ്യണം, ഇവിടെ വെച്ചിട്ട് എൻക്ലോസ് ചെയ്യണം.
അതിനകത്തും നമ്മൾ എന്ത് കൊടുത്തിട്ടുണ്ട്, 2 ഡബിൾ കോട്ട്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഡബിൾ കോട്ട്സ് നമ്മൾ ആക്ച്വലി നമ്മുടെ പേർപ്പസ് എന്ന് പറഞ്ഞാൽ ഇത് ഇതേപോലെ ഡബിൾ കോട്ട്സിൽ പ്രിൻറ്റ് ചെയ്ത് വരാനായിരുന്നു. പക്ഷേ ഒരു സ്ട്രിങ്ങിനകത്ത് നമുക്കൊരു ഡബിൾ കോട്ട്സ് കൊടുക്കാനുള്ള എന്തില്ല, പെർമിഷൻ ഇല്ല. കാരണം സ്ട്രിങ് ഇസ് എ ഗ്രൂപ്പ് ഓഫ് ക്യാരക്ടർ എൻക്ലോസ്ഡ് വിതിനെ ഡബിൾ കോട്ട്സ്, അങ്ങനെയല്ലേ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഡബിൾ കോട്ട്സിനകത്ത് എൻക്ലോസ് ചെയ്യുന്ന സാധനത്തിനാണ് നമ്മൾ എന്താ പറയുക, സ്ട്രിങ് എന്ന് പറയുക. അതുകൊണ്ട് തന്നെ ഒരു സ്ട്രിങ്ങിനകത്ത് എന്ത് കൊടുക്കാൻ പാടില്ല, ഡബിൾ കോട്ട്സ് ക്യാരക്ടറായിട്ട് കൊടുക്കാൻ പാടില്ല. അങ്ങനെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് യൂസ് ചെയ്യേണ്ടി വരും, / കൊടുക്കേണ്ടി വരും. ദാറ്റ് മീൻസ് ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അത് എന്തായിട്ടേ കൺസിഡർ ചെയ്യുള്ളൂ, ഒരു എററായിട്ടേ കൺസിഡർ ചെയ്യുള്ളൂ. ഓക്കെ. To fix the problem, you use a escape character /. But to escape character allow to use double quotes when you normally would not be allowed. For example, text is equal to we are the so-called Vikings. Vikings double quotes കൊടുക്കണമെന്നുണ്ടെങ്കിൽ എന്ത് യൂസ് ചെയ്യണം, / യൂസ് ചെയ്യണം. / double quotes into Vikings കൊടുക്കുക. Again / double quotes from the north. നമുക്ക് വേണമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. From txt equal to hi, I am Suresh and from Calicut. ഇങ്ങനെ കൊടുക്കണമെന്നായിരിക്കാം. ഇവിടെ നോക്കിയേ, ഇതാണ് സ്ട്രിങ്, ഇതാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ട്രിങ്. അതിനകത്ത് ഞാൻ എന്ത് കൊടുത്തിട്ടുണ്ട്, ഒരു സിംഗിൾ ഡബിൾ കോട്ട്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 2 സിംഗിൾ കോട്ട്സ് ഇതിനകത്ത് വരുന്നുണ്ട്. ഇതൊരു എററായിട്ടേ കൺസിഡർ ചെയ്യുള്ളൂ, അപ്പോൾ ഒരു സിൻടാക്സ് എററായിട്ട് കൺസിഡർ ചെയ്യും. അപ്പോൾ ഈ സിൻടാക്സ് എറർ ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം, ഒരു / എന്ത് ചെയ്താൽ മതി, ഇതിൻ്റെ മുമ്പേ യൂസ് ചെയ്താൽ മതി. അത് ഇൻവാലിഡ് ക്യാരക്ടർ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് തൊട്ട് മുമ്പേ എന്ത് ചെയ്താൽ മതി, ആ / യൂസ് ചെയ്താൽ. ഇപ്പോൾ എററില്ല. പ്രിൻ്റ് ടെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ വരിക നോക്കാം നമുക്ക്. ഐ ആം സുരേഷ് ഡബിൾ കോട്ട്സിലുണ്ട് ആൻഡ് ഫ്രം കാലിക്കറ്റ്. അപ്പം ഇങ്ങനെ / യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും, ഇല്ലീഗൽ ക്യാരക്ടേഴ്സിനെ നമ്മളെ സ്ട്രിങ്ങിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. അപ്പം അതർ എസ്കേപ്പ് ക്യാരക്ടേഴ്സ് യൂസ്ഡ് ഇൻ പൈത്തൺ, സിംഗിൾ കോട്ട്സ്, / തന്നെ നമുക്ക് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡബിൾ / യൂസ് ചെയ്യണം. /n ന്യൂ ലൈൻ, /r carriage return, /t tab, /b backspace, /f form feed, /30 octal value, /xh 0 അല്ല കേട്ടോ, O ആണ്, hex value. ഇതൊക്കെ / എസ്കേപ്പ് ക്യാരക്ടേഴ്സ് ആണ്. The string methods. Python has set of built-in methods that you can use from the strings. എല്ലാ സ്ട്രിങ് മെത്തേഡ്സ്, കുറച്ച് സ്ട്രിങ് മെത്തേഡ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതായത് കുറേ സാധനങ്ങളിലൂടെ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. എക്സാമ്പിൾസ്: ക്യാപിറ്റലൈസ്, കൺവേർട്ട് ഫസ്റ്റ് ക്യാരക്ടർ ടു അപ്പർ കേസ്, കേസ് ഫോൾഡ്, കൺവേർട്ട് സ്ട്രിങ് ഇൻ ടു ലോവർ കേസ്, convert string into lower case, center returns a centered string, count returns the number of times a specified character occurs in a string. ഒരു സ്ട്രിങ്ങിനകത്ത് ഒരു പെർട്ടിക്കുലർ ക്യാരക്ടർ എത്ര പ്രാവശ്യം ഒക്കർ ചെയ്യുന്നുണ്ട് എന്നുള്ളത്. അങ്ങനെ കുറേ എന്ത് കൊടുത്തിട്ടുണ്ട്, മെത്തേഡ്സ് കൊടുത്തിട്ടുണ്ട് നമുക്ക്. സ്ട്രിങ്ങുമായിട്ട് ബന്ധപ്പെട്ട കുറേ മെത്തേഡ്സ് എന്ന് പറഞ്ഞാൽ കുറേ ഓപ്പറേഷൻസ് ആണ് ആക്ച്വലി. അപ്പോൾ അത് യൂസ് ചെയ്തിട്ട് നമുക്ക് സ്ട്രിങ്ങിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഹാൻഡിൽ ചെയ്യാൻ പറ്റും വളരെ ഈസി ആയിട്ട്. ഫൈൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. സെർച്ച് എ സ്ട്രിങ് ഫോർ എ സ്പെസിഫൈഡ് വാല്യൂ ടു റിട്ടേൺസ് ദി പൊസിഷൻ വേർ ഇറ്റ് വാസ് ഫൗണ്ട്. ഒരു വലിയൊരു ടെക്സ്റ്റിനകത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈസ് എവിടെയാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. കണ്ടുപിടിച്ചിട്ടോ അത് എവിടെയാണെന്ന് പൊസിഷൻ ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനത്തെ കുറേ മെത്തേഡ്സ് നമ്മൾ ഇതിനകത്ത് കാണിച്ചിട്ടുണ്ട്. ഇത്രയും മെത്തേഡ്സാണ്. ലോവർ നമുക്ക് കുറച്ച് നോക്കിയാൽ ജോയിൻ, ഈസ് അപ്പർ എന്നൊക്കെ പറഞ്ഞ കുറേ സാധനങ്ങളുണ്ട്. ഈ സ്ട്രിപ്പ് എന്നൊക്കെ പറഞ്ഞ കുറേ സാധനങ്ങളുണ്ട്. ഇതൊക്കെ എന്താണ്, മെത്തേഡ്സാണ്. സോ ഇത്രയും സ്ട്രിങ് ഓപ്പറേഷൻസാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, താങ്ക് യു.